റബ്ബറിന്റെ ഭാവി ശോഭനമല്ലെന്നും കർഷകർ എണ്ണപ്പനയുടെ സാധ്യത തിരിച്ചറിയണമെന്നും റബ്ബർ ബോർഡ് മുൻ ചെയർമാൻ പി.സി. സിറിയക് IAS. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ കാർഷിക ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരെ ആദരിക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കൃഷിയിൽ നിന്ന് കർഷകർ മാറി ചിന്തിക്കണമെന്നും തോട്ടങ്ങളിൽ എണ്ണപ്പന കൃഷി നടത്തിയാൽ റബ്ബർ കർഷകരുടെ ദുരിത ജീവിതത്തിന് അറുതി വരുമെന്നും റബ്ബർ ബോർഡ് മുൻ ചെയർമാൻ പി.സി. സിറിയക് IAS പറഞ്ഞു. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ കാർഷികോത്സവത്തിന്റെ ഭാഗമായി റബ്ബറിന്റെയും പൈനാപ്പിളിന്റെയും ഭാവി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റബ്ബറിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50,000 ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആളുകളുടെ ആവശ്യമുണ്ട്. ഈ സാധനങ്ങളെല്ലാം സ്ട്രാറ്റജിക്കലി, അതായത് തന്ത്രപരമായിട്ട് വളരെ പ്രധാനമുള്ളതാണെങ്കിൽ സർക്കാരുകളും കൂടെ മുന്നണിയിൽ നിൽക്കും. എങ്ങനെയെങ്കിലും ചെയ്യണം. റബ്ബർ തന്ത്രപരമായ ഈ യുദ്ധകാലത്ത് മറ്റും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഇന്നത്തെ ഇസ്രയേൽ രാജ്യം സ്ഥാപിതമായത് അതിന് പുറകെ റബ്ബറിന്റെ ഒരു കഥയുണ്ട്. എല്ലാ തരത്തിലും അവശ്യവസ്തുവാണ് റബ്ബർ. എന്നാൽ റബ്ബറിന്റെ അനിയന്ത്രിതമായ ഇറക്കുമതിയും ആഭ്യന്തര വിപണിയിലെ വില നിയന്ത്രിക്കുന്നത് റബ്ബർ അധിഷ്ഠിത വ്യവസായികളായതുകൊണ്ടും കഴിഞ്ഞ 15 വർഷമായി റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റബ്ബറിന്റെ ഭാവി ശോഭനമല്ലെന്നും പൈനാപ്പിൾ വളരെ പ്രതീക്ഷ നൽകുന്ന വിളയാണെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുതും വലുതുമായ യൂണിറ്റുകളും ഫലപ്രദമായ സ്റ്റോറേജ് സംവിധാനവും ഉണ്ടാക്കിയാൽ പൈനാപ്പിൾ കൃഷി ലാഭകരമാക്കാൻ കഴിയുമെന്നും പി.സി. സിറിയക് ചൂണ്ടിക്കാട്ടി. പ്രൊഫസർ KM കുര്യാക്കോസ് മോഡറേറ്ററായിരുന്നു. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടർ P.P. ജോയ്, വിർഗോ ഇൻഡസ്ട്രീസ് MD ജോബി സെബാസ്റ്റ്യൻ, കോർപ്പറേറ്റ് പൈനാപ്പിൾ ഫാർമർ TK സോണി തുടങ്ങിയവർ പങ്കെടുത്തു. കോളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ചു. എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കമ്പുറം, PK മൊയ്തു, MM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനോടനുബന്ധിച്ച് ആശാവർക്കർമാരെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MK വേണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കമ്പുറം, ജോർജ് അമ്പാട്ട്, KM കുര്യാക്കോസ്, ജോഷി പൊട്ടയ്ക്കൽ, KK സുരേഷ്, MM അഷ്റഫ്, ജോഷി കുര്യാക്കോസ്, സജി തെക്കേക്കര, PC ജോർജ്, സൗമ്യ ശശി, ജോജി എടയാറ്റിൽ, ഉഷ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.